السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാവരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പരിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്ത് പഠിക്കാനുള്ള മഹത്തായ സംരംഭമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2022 നവംബറിൽ നമ്മൾ ആരംഭിച്ച സൂറത്തു ത്വാഹയുടെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഏകദേശം 1 വർഷവും 3 മാസവും എടുത്തുകൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന ഈ സൂറത്തിന്റെ QHLS വാർഷിക പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നാം എടുത്തുപോയ ഈ സൂറത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇനിയുള്ള ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമല്ല, ഈ സൂറത്ത് ഒന്നുകൂടി മനസ്സിൽ കൊണ്ടുവരാനും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും മറന്നത് ഓർമ്മപ്പെടുത്താനും ഒക്കെ സഹായകമാകും എന്ന നിലക്കാണ് നമ്മൾ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം പരീക്ഷയ്ക്ക് ശേഷമാണ് അടുത്ത സൂറത്തുൽ അംബിയാ ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ഒരു നിർദ്ദേശം അനുസരിച്ച് പരീക്ഷയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ അംബിയായിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തു ത്വാഹയിലെ ആദ്യത്തെ 5 ആയത്തുകളിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആദ്യത്തെ 5 ആയത്തുകളിൽ നിന്നുള്ള 25 ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യണം. എല്ലാവരും സഹകരിച്ചുകൊണ്ട് അറിയുന്ന ഉത്തരങ്ങൾ പറഞ്ഞും അറിയാത്തത് അറിയുന്നവർ പറയുമ്പോൾ നോട്ട് ചെയ്തുമൊക്കെ അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പഠനം, അതിന് നമുക്ക് ഏറെ പ്രതിഫലമുണ്ട് എന്ന സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ആമുഖമായി നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ സൂറത്ത് ത്വാഹയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില വിവരങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഉത്തരം ആർക്കും പറയാം. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ അവസരമുണ്ട്. വളരെ ലളിതമായ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങാം. സൂറത്തു ത്വാഹ വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ അധ്യായമാണ്, സൂറത്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എത്രാമത്തെ? എല്ലാവർക്കും അറിയാം. എത്ര? 20ാമത്തെ അധ്യായമാണ് സൂറത്തു ത്വാഹ. ശരി. രണ്ടാമത്തേത്, സൂറത്തു ത്വാഹയിൽ ആകെ എത്ര ആയത്തുകളുണ്ട് എന്നതാണ്. എത്രയാണ്? 135 ആയത്തുകളാണ് സൂറത്തു ത്വാഹയിൽ ആകെ ഉള്ളത്. മൂന്നാമത്തെ ഒരു ചോദ്യം, സൂറത്തു ത്വാഹ എത്രാമത്തെ ജുസ്ഇലാണ്? സൂറത്തു ത്വാഹ എത്രാമത്തെ ജുസ്ഇലാണ്? ആദ്യത്തെ 2ന്റെ ഉത്തരം പറഞ്ഞ ആ ഒരു ആവേശമാണ് കാണിക്കണില്ല. എത്രാമത്തെ ജുസ്ഇലാ? പറഞ്ഞോളി.
16-ാമത്തെ ജുസ്ഇലാണ്. ശരിയാണ്, 16-ാമത്തെ ജുസ്ഇലാണ് സൂറത്തു ത്വാഹ ഉൾക്കൊള്ളുന്നത്. 4-ാമത്തേത് ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. 4-ാമത്തേത് സൂറത്തു ത്വാഹ അതിന്റെ അവതരണം എപ്പോഴാണ്, അഥവാ മക്കിയാണോ മദനിയാണോ സൂറത്ത് എന്നതാണ്. ഏതാ? മക്കിയാണ്. മക്കിയായ സൂറത്താണ് സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹയുടെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ പഠന സഹായിയിൽ വന്നിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ 2 പേരുകൾ കൂടി സൂറത്തു ത്വാഹയുടെ സാധാരണ പറയുന്ന 2 പേരുകൾ കൂടി ഉണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിലും പറയും. ഒക്കെ വലിയ ബന്ധമുണ്ട്. ക്ലൂ വേണം. സൂറത്തു ത്വാഹയിൽ അദ്ദേഹത്തെ കുറിച്ചാണ് കാര്യമായും പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ പേര് കിട്ടിയത്. സൂറത്തു മൂസ അലിഹിസ്സലാം. സൂറത്തു ത്വാഹന്റെ മറ്റൊരു പേരാണ് സൂറത്തു മൂസ അലിഹിസ്സലാം. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് സൂറത്തുൽ കലീമുല്ലാഹ്. മൂസ അലിഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു വിശേഷണമാണ് അൽ കലീം, നേരിട്ട് സംസാരിച്ചവൻ എന്നർത്ഥം. അതുകൊണ്ട് സൂറത്തു ത്വാഹക്ക് പറയുന്ന മറ്റൊരു പേരാണ് സൂറത്തുൽ കലീം എന്ന്. ഇനി ഈ സൂറത്ത് നമുക്കറിയാം കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിലെ ഒരു സൂറത്താണ്. കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? 29 29 സൂറത്തുകളാണ് കേവലാക്ഷരങ്ങളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഉള്ളത്. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന 3 സൂറത്ത്, അത് ഏതൊക്കെയാണ് എന്ന് പഠന സഹായിയിലുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന 9 സൂറത്ത്, 3 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന 13 സൂറത്ത്, 4 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 2 സൂറത്ത്, 5 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 2 സൂറത്ത്. ഇപ്പൊ ടോട്ടല് ഒന്നുകൂടി നോക്കുക. 3, 9, 13, 2, 2 എത്ര? 29. 29 സൂറത്തുകളാണ് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഉള്ളത്. ഈ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ വന്ന ഈ കേവലാക്ഷരങ്ങൾ അറബിയിലെ എത്ര അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത് അങ്ങനെയെന്നാണ്. അറബിയിൽ ആകെ എത്ര അക്ഷരങ്ങളാ? അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളാണ്. അതിന്റെ നേർ പകുതിയാണ് ഉത്തരം 14. 28 അക്ഷരങ്ങളാണ് ഖുർആനിലുള്ളത്, അല്ല അറബിയിലുള്ളത്. അതിൽ 14 അക്ഷരങ്ങളാണ് തുടക്കത്തിൽ കേവലാക്ഷരങ്ങളായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അത് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോഡ് പഠനസഹായിയിലുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. അങ്ങനെ പഠിച്ചാൽ അതിലുള്ള 14 അക്ഷരാണ് കേവലാക്ഷരങ്ങളായി വന്നിട്ടുള്ളത്. അത് നമ്മൾ 8-ാമത്തെ ഒരു ചോദ്യമായിട്ട് കൂടി പറയാൻ. ഏത് സൂറത്തിന്റെയും തുടക്കത്തിൽ കേവലാക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ പിന്നീട് പറയുന്ന വിഷയം ഒരു വിഷയമായിരിക്കും. എന്താ? ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും. യാസീൻ, ത്വാഹ എന്ന് ചില ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. ഓക്കെ, ത്വാഹ എന്നത് കേവലാക്ഷരമായതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയൂല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ത്വാഹ എന്ന വാക്കിന് ഒരു അർത്ഥമായി മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അമാനി മൗലവി റഹിമഹുള്ളയൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ത്വാഹ എന്ന് പറഞ്ഞാൽ അതാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും അർത്ഥം പറയുകയാണെങ്കിൽ പറയാവുന്ന ഏറ്റവും ശരിയായ ഒരു വാക്ക്. എന്താണ് ത്വാഹ എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് ത്വാഹ, യാസീൻ എന്നിങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതിന് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ കൃത്യമായി പരാമർശിക്കുന്ന 10-ലധികം പേരുകൾ നമ്മുടെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. പക്ഷെ അതിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പേരാണ് എന്ന് പറഞ്ഞൂടാ. അമാനി മൗലവി റഹിമഹുല്ലാഹ് അത് എടുത്തു കൊടുക്കുന്നുണ്ട്. യാ റജുൽ, ഹേ മനുഷ്യ.
മനുഷ്യ, ത്വാഹ മനുഷ്യ എന്നൊരു വിളിക്ക് സാധാരണ അറബികൾ ഉപയോഗിച്ചിരുന്ന ഏ മനുഷ്യ, യാ റജുൽ എന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ത്വാഹ എന്ന വാക്ക് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതാണ് 10ാമതായി സൂചിപ്പിക്കാനുള്ളത്. 11ാമത്തേത്, ഇത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ട കയറാണ്. ഏത്? ഖുർആൻ ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ വീഴാൻ പോകുമ്പോ കിട്ടിയത് പിടിക്കും അല്ലേ? അത് അള്ളാഹു നമുക്ക് ഭൂമിക്ക് നീട്ടിയിട്ടിട്ട് കയറുമേ പിടിക്കണമെങ്കിലോ അതിലേറെ വലിയൊരു ഭാഗ്യം എന്താ? നമ്മൾ വഴി പിഴക്കാതിരിക്കാൻ, നമ്മൾ വഴുതി വീഴാതിരിക്കാൻ, നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ നമുക്ക് പിടിക്കാനുള്ള പിടിവള്ളിയാണ് ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടുപോകുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി പിഴച്ചു പോകൂല. കിതാബ് അല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. 2 വസുന്നത്ത് റസൂലില്ല, അല്ലെങ്കിൽ വസുന്നത്തി, എന്റെ ചര്യയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അപ്പൊ ഖുർആൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ട കയറാണ് എന്ന് ഖുർആൻ പറയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. മാ മഅന തദ്കിറ? തദ്കിറ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് 12ാമത്തെ ചോദ്യം. തദ്കിറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്ബോധനം, ഉപദേശം. ഈ 2 അർത്ഥാണ് അമാനി മൗലവി റഹ്മത്തുള്ള കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്മരണ എന്നുണ്ട്. ഉത്ബോധന ഉപദേശം ഒന്ന് തന്നെ, സ്മരണ എന്ന 2ാമത്തെ ഒരു അർത്ഥം കൂടി ഉണ്ട്. ദിക്ർ എന്ന അർത്ഥം കൂടി തദ്കിറക്ക് ഉണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ എന്നല്ലേ? ദിക്ർ ചൊല്ലുക പറഞ്ഞാൽ അള്ളാഹിനെ സ്മരിക്കുക എന്നല്ലേ? ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ ദൈവസ്മരണ എന്നല്ലേ? അപ്പോ തദ്കിറ എന്നതിന് ശരിക്ക് അതിന് ഇപ്പോ ഭാഷാപരമായി ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുക തദ്കിറ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എന്നാണ്. എന്താണ്? ടിക്കറ്റ് എടുത്തോ എന്നുള്ളതിന് അറബിയിൽ തദ്കിറ എന്നാണ് പറയാ. അപ്പൊ ആ നിലക്ക് തദ്കിറ എന്നത് ഉപയോഗിക്കും. ഇനി 13ാമത്തൊന്ന്, സമാവാത്ത് എന്ന വാക്കിന്റെ ഏകവചനം എന്താ? സമാ എന്നാണ്. സമാ എന്ന വാക്കാണ്. അതാണ് മറ്റൊന്ന് ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ലിമൻ യഖ്ശാ എന്ന വാക്കിന്റെ അർത്ഥവും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും അമാനി മൗലവി റഹ്മത്തുള്ള വിശദീകരിക്കുന്നുണ്ട്. വാക്കിന്റെ അർത്ഥം എന്താ? ഖശിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ്. ഞാൻ മറ്റൊരു ചോദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് അതേ അർത്ഥം വരുന്ന മറ്റൊരു അറബി പദം എന്താണ് എന്നാണ്. അത് നമ്മളെ പഠന സഹായില് നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലുള്ള വാക്കാണ്. ഒരു മുത്തറാദിഫ് പര്യായ പദം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഖശിയ എന്ന വാക്കിന്റെ അർത്ഥം? ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഖശിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്ന്. അപ്പൊ ഭയപ്പെട്ടു എന്നുള്ളതിന്റെ അറബി തന്നെ പറയണം. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഭയം, അതിന്റെ പര്യായമാണ് ഖൗഫ്. ഇത് ഖാഫ. എന്താണ്? ഖാഫ, ഖശിയ, ഖാഫ, ഭയപ്പെട്ടു. ലിമൻ യഖ്ശാ, ഭയപ്പെടുന്നവർക്ക്. അവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതനുസരിച്ച്, ഹദീസുകൾ പറഞ്ഞതനുസരിച്ച് അള്ളാഹിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അമാനി മൗലവി റഹ്മത്തുള്ള പ്രത്യേകം പറയുന്നുണ്ട്. 15ാമതായി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, ആരാണ് അഹ്ലുല്ലാ? ആരാണ് അഹ്ലുല്ലാ? ഇപ്പോ ഓപ്ഷൻ പലതും ആയിരിക്കാം അല്ലെ? നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഏതും തിരഞ്ഞെടുക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ആശയം അറിഞ്ഞു കിട്ടിയാൽ എളുപ്പമാണ്. അഹ്ലുല്ലാ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളാണ് അള്ളാന്റെ ആളുകൾ, അള്ളാഹുവിന്റെ ആളുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇപ്പോ ഇന്ന് സൂറത്തു ത്വാഹയിൽ നിന്ന് 5 ആയത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സൂറത്തു ത്വാഹ പഠിച്ചു പോയ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പൊടി തട്ടുകയാണ്. ഇത് ശരിക്ക് അള്ളാന്റെ ആളുകളാകണ പണിയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു അരമണിക്കൂർ സമയം, ഒരു 45 മിനിറ്റ് സമയം അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ ആളാകാൻ മാറിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതാണ് അഹ്ലുല്ലാ. ആരാന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഖുർആനിന്റെ ആളുകളാണ് അള്ളാന്റെ ആളുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കച്ചവടത്തിൽ മുഴുകിയ ആളുകളോട് പറഞ്ഞില്ലേ, റസൂലുള്ളാന്റെ സ്വത്ത് പള്ളിയിൽ വിതരണം ഉണ്ട്, നിങ്ങൾ എന്താ പടക്കുക?
ഒരു ഓടിച്ചെന്നപ്പോ കണ്ടത് എന്താണ്? യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, അതിലർത്ഥം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്താ ഇപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലരും ചോദിച്ച് പഠിക്കണുണ്ട്. തിരിച്ചു പോന്നപ്പോ അവര് പറയാണ് ഞങ്ങളൊന്നും കണ്ടില്ല. എന്താ കണ്ടത്? കണ്ട കാഴ്ച പറഞ്ഞപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലികും മീറാസു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെയാണ് റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വത്ത് കിട്ടണ പണിയിലപ്പോ നമ്മളുള്ളത്. അല്ലാഹ് ആ നിലക്ക് തന്നെ നമ്മളിൽ നിന്ന് പരിഗണിക്കട്ടെ. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനിനെ ആളുകൾ അവഗണിച്ചു എന്ന് പറഞ്ഞവയിൽ നിന്ന് രക്ഷപ്പെടുന്ന പണിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനെ അവഗണിക്കല്ല, നമ്മൾ ഖുർആനെ പരിഗണിക്കുകയാണ്. ശരി, അടുത്തൊന്ന് അൽ ഉലാ അസ്സമാവാതിൽ ഉലാ. എന്താണ് അൽ ഉലാ എന്ന് പറഞ്ഞാൽ? രണ്ട് അർത്ഥങ്ങളാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ളത്. നമുക്കതിന്റെ ഒരു ആശയവും അർത്ഥമൊക്കെ അറിഞ്ഞാൽ മാത്രം പോരാ. അമാനി മൗലവി കൊടുത്ത 1, 2, 3 അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇതിൽ പെടുന്ന അർത്ഥം ഏതെന്ന് ചോദിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാകുക, പിന്നെ ഉള്ളത് വേറെ പുറത്തുനിന്നുള്ളതായിരിക്കും. അപ്പൊ 3 അർത്ഥം അറിഞ്ഞാലേ കിട്ടുള്ളൂ. ഇവിടെ 2 അർത്ഥമാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി പ്രധാനമായും കൊടുക്കുന്നത്. ഒന്ന് ഉന്നതങ്ങളായ, 2 മീതേയുള്ള. 2 അർത്ഥമുണ്ട്. ഒന്ന് ഉന്നതമായ, 2 മുകളിലുള്ള. 2 അർത്ഥമാണ് അൽ ഉലാ എന്ന വാക്കിന് പ്രധാനമായും വരിക. നമുക്കറിയാം അല എന്ന് പറഞ്ഞ മേൽ എന്നല്ലേ, അതിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ മറ്റൊന്ന് 18-ാമത്തേതാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയുന്നത്. ഒരു വിശ്വാസി നന്മയും ഭയവും ഒന്നിച്ചുള്ളവനായിരിക്കും. നമ്മള് ചോദ്യം ചർച്ച ചെയ്തു പോകല് മാത്രമാകരുത്, നമുക്ക് ഇതിന് ഉപകാരം കിട്ടണം. ഒരു വിശ്വാസിന്റെ ഗുണം എന്താ വെച്ചാല് നല്ലോ നന്മ ചെയ്യുന്നുണ്ടാവും, എന്നാലും നരകത്തിൽ പോകുമോ എന്ന പേടി ഉണ്ടാകും. അതിന്റെ വാചകം ഇങ്ങനെയാണ്: ഇന്നൽ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ ജമഅ ബൈന ഇഹ്സാനിൻ വ മഖാഫ. ജമഅ ഒരുമിച്ച് കൂടിയവനായിരിക്കും, ബൈന ഇഹ്സാനിൻ വ മഖാഫ. നന്മകൾ ചെയ്യണ അവസ്ഥയും അവനുണ്ടാകും, എന്നാലും പടച്ചോനെ ഇതൊക്കെ സ്വീകരിക്കാതെ പോകൂ, അലൈക്കും അസ്സലാം, അല്ലാഹ് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ നരകത്തിൽ പോകൂ എന്ന ഒരു ഭയം, ഒരു പേടി അവനുണ്ടാകും. മാത്രവുമല്ല ആ വാചകത്തിന്റെ തുടർച്ചയായി നമുക്ക് കാണാം വ ഇന്നൽ ഫാജിറ. എന്താ ഫാജിർ? തമ്മാടി. അവിൽ മുനാഫിഖ, അല്ലെങ്കിൽ കപട വിശ്വാസി. വ ഇന്നൽ മുനാഫിഖ, ഒരു കപട വിശ്വാസിയാണെങ്കിൽ ജമഅ ബൈന ഇസാഅത്തിൻ വ അമലിൻ. ഇസാഅത്ത് ഇഹ്സാനിന്റെ ളിദ്, തിന്മ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും, വ അമലിൻ, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടാവും. അതാണ് വിശ്വാസിയും കപട വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസിക്ക് നന്മകൾ ചെയ്താലും നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടാകും. കപട വിശ്വാസിക്ക് എത്ര തെറ്റ് ചെയ്താലും ആകെ പടച്ചോ പുറത്തേരും, ഞമ്മക്കൊക്കെ സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടുക എന്ന ആവശ്യമില്ലാത്ത ഒരു പ്രതീക്ഷ, ഒരു വ്യാമോഹം അവന്റെ മനസ്സിലുണ്ടാകും. നമ്മുടെ ചോദ്യം അതല്ല, ഇല്യാസാക്കുപ്പ് എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് ചോദ്യം ഇല്യാസാക്കുവിനോടാണ്. ഒരു വിശ്വാസി നന്മയും ഭയവും ഒന്നിച്ചുള്ളവനായിരിക്കും എന്ന ഈ വാചകം, ഇന്നൽ മുഅ്മിന ജമഅ ബൈന ഇഹ്സാനിൻ വ മഖാഫ എന്ന ഈ വാചകം ആരുടെ വാചകമാണ്? ഇത് ആര് പറഞ്ഞതാണ്? ആയത്താണോ ഹദീസാണോ പണ്ഡിതന്മാര് പറഞ്ഞതാണോ? ആണെങ്കിൽ ഏത് പണ്ഡിതൻ പറഞ്ഞതാണ് എന്നാണ് ചോദ്യം. എങ്ങനെ? ഹദീസാണ് എന്നത് തെറ്റാണെങ്കിലും ഇനി ആരാണ് അത്, ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്ന് ആർക്കും പറയാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു പണ്ഡിതനാ. ഞാൻ ഇടക്കിടക്ക് ക്ലാസ്സിൽ ഇങ്ങനെ പറയും ആ പണ്ഡിതന്റെ പേര്, അൽ ഹസനുൽ ബസരി. ആരാണ്? ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഇത് ഈ പുസ്തകത്തിൽ പ്രത്യേകം ഇങ്ങനെ ബോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തൊരു സംഭവമാണ്, ഒരു ഹെഡൊക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മള് 18 ചോദ്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതാണ്. വെറും 5 ആയത്തിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യണത്. കേവലം ചോദ്യം പറഞ്ഞു പോണതിന് പകരമാണ് നമുക്ക് അതൊന്നും കൂടി മനസ്സിലാക്കുക, ആ വിഷയങ്ങൾ വരണം. വളരെ സിമ്പിളായ ഒരു ചോദ്യം, അത് ഈ പുസ്തകത്തിലുള്ളത് കൊണ്ട് കൊടുക്കുകയാണ്. വലിയ സാധ്യതയൊന്നുമില്ല, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നിങ്ങൾ അവൻ ആകാശത്തേക്ക് നോക്കുന്നില്ലേ എന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന്. നമ്മള്
19ാമത്തെ ഒരു ചോദ്യമായി ചർച്ചക്കെടുത്തത് ആകാശത്തേക്ക് നോക്കുന്നില്ലേ എന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്നതാണ്. ഏത് സൂറത്തിലാ? സൂറത്തുൽ ഗാശിയ. ചില കാര്യങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അതിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അഫലാ യൻളുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നോക്കുന്നില്ലേ? കാരണം ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് മാത്രം ഒരാൾ പഠിച്ചാൽ ആ ഒട്ടകത്തെ സൃഷ്ടിച്ച റബ്ബിനെ അവന് ബോധ്യപ്പെടും. മരുഭൂമിയിലെ കപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടകത്തെ ആ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ണും കാലും ശരീരപ്രകൃതവും അതുപോലെ തന്നെ വെള്ളം സൂക്ഷിക്കാനുള്ള സംഭരിക്കാനുള്ള കഴിവും ഒക്കെ കൊടുത്ത് സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നന്നായി സൃഷ്ടിപ്പ് നടത്തുന്ന, മറ്റാരും സൃഷ്ടിക്കൂല, ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധൻ, എത്ര അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് ആ ആയത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെ അള്ളാഹ് അടുത്തതായി ചോദിച്ചത് ആകാശത്തേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടത് എന്ന്. ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിച്ചിരിക്കുന്നതെന്ന് എന്ന് അല്ലാഹ് പറയുന്ന ചോദ്യങ്ങൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം വിശദീകരിക്കുമ്പോൾ വരുന്ന ആയത്താണ്. 20ാമത്തേത് ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു എങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഏതായത്ത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഇത് ഏത് സൂറത്തിലാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ കുറച്ച് സൂറത്തുകളുടെ പേരുകൾ അധികം വരുന്ന ഒരു ആദ്യത്തെ 5 ആയത്തിൽ ഒരു 4ാമത്തെ 3ാമത്തെ ആയത്ത് പറയുന്നിടത്ത് കുറച്ചധികം ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സൂറത്തുകളുടെ പേരെങ്കിലും, ആയത്ത് നമ്പർ അറിഞ്ഞില്ലെങ്കിലും സൂറത്തുകളുടെ പേരെങ്കിലും പഠിച്ചു വെക്കുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടും. ഇത് സൂറത്തുൻ നിസായിൽ വന്നിട്ടുള്ള ഒരു ആയത്താണ്. സൂറത്തുൻ നിസായിൽ വന്നിട്ടുള്ള ആയത്താണിത്. അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമം, അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമം എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് ചോദ്യം. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അർ റഹ്മാൻ എന്നാണ്, സൂറത്തുർ റഹ്മാൻ. എങ്കിൽ അർ റഹ്മാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് ചോദ്യം. പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് പരാജയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് ആണുങ്ങളുടെ ഭാഗത്തേക്ക് 33 അല്ല, നിങ്ങളൊരു ഫാൻസി നമ്പർ പിടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഏതായിരുന്നാലും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഇങ്ങനെ നോക്കണത്. 55 എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടി ഉറപ്പിക്കണം. 55ാം അധ്യായവുമാണ് സൂറത്തുർ റഹ്മാൻ. അപ്പോ അതാണോ ഞാൻ എഴുതി പോയത് എന്നൊരു ചെറിയ സംശയമുണ്ട്. ഒരു 25 ചോദ്യമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമൊക്കെ കണ്ടെത്തുമാണല്ലോ അല്ലെ? അപ്പോ അത് നിങ്ങൾക്ക് വിട്ടുവന്നു. ശരി, 22ാമത്തെ ചോദ്യം ഉണ്ട്. അത് അല്ല, എണ്ണം തഫ്സീറിലില്ല. നമ്മളെ ക്ലാസ് ഒന്ന് കേട്ടോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പക്ഷെ പുസ്തകത്തിൽ 55 എന്നുണ്ട്, ഈ പഠനസഹായിയിൽ 55 എന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വന്നാല് 55 എഴുതിയ മാർക്കടിൽ നിർബന്ധാവൂല് ഇൻഷാ അല്ലാഹ്. പക്ഷെ തെറ്റാണോ നിന്റെ ഒരു മനസ്സിങ്ങനെ ഒരു ആശങ്ക. 55ാമത്തെ അധ്യായമൊക്കെയാണ് അല്ലെ? ഉണ്ട് അല്ലെ? അങ്ങനെ തോന്നണേ. ഇൻഷാ അല്ലാഹ് ശരിയാവും. അള്ളാഹു സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. എന്താ പറയാ? ഇസ്തവ അലൽ അർഷ് അല്ലെ? ഇസ്തവ അലൽ അർഷ് എന്ന് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? നമ്മൾ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കുന്നതിന്റെയും അപ്പുറത്ത് 7 ആകാശത്തിനു മുകളിൽ അർഷിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്.
ഖുർആൻ പല സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു. അതിൽ എത്ര തവണ ഖുർആൻ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദ്യം. 9 കുറച്ചൊക്കെ അടുത്തെത്തിക്കണു. ഇവിടെ ഉണ്ടായിരിക്കലും 7 തവണയാണ്. 7 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ശരി, അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ വൽ കൈഫിയത്തു മജ്ഹൂലുൻ, അതിന്റെ രൂപം അജ്ഞാതമാണ്, അറിയാത്തതാണ്. അൽ ഈമാനു ബിഹി വാജിബ്, വിശ്വസിക്കൽ നിർബന്ധാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെ ഇപ്പൊ വിശ്വസിക്കുക എന്നൊക്കെ ചോദിക്കല് ബിദ്അത്തുമാണ്. മൻ ഹുവ ഖായിലു ഹാദിഹിൽ ഇബാറ, ഈ വാചകം പറഞ്ഞ പണ്ഡിതൻ ആരാണ്? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ്, എല്ലായ്പ്പോഴും പലരും പറയാറുണ്ട്. ക്ലാസ്സിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പഠന സഹായിയിലുണ്ട്, അമാനി മൗലവി റഹിമഹുള്ളയും എടുത്തു കൊടുക്കണുണ്ട്. മൻഹുവ, ആരാണത്? ഒരു ക്ലൂ തരാം, എന്നിട്ട് കിട്ടുക. 4 മദ്ഹബിന്റെ ഇമാമുകൾ ഉണ്ടല്ലോ, ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ. ഈ 4ൽ ഒരു പണ്ഡിതനാണ്. ഇവിടെ ഒരു അബു ഹനീഫ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഉത്തര അവസാനേ പറയുള്ളൂ. അബു ഹനീഫ എന്നല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതന്നെ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഇമാം ഷാഫിയാണ് എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തോ ഒന്നും ഉണ്ടാത്ത. ഏതായിരുന്നാലും പറഞ്ഞ രണ്ടും അല്ല, ഇനിയിപ്പോ രണ്ടിലും ഒന്നാവുമല്ലോ അല്ലേ. ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ പറഞ്ഞ വാചകമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്തിവാഉമായി ബന്ധപ്പെട്ട വാചകം. വിശുദ്ധ ഖുർആനിൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനം, അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് 7 തവണ. സിംഹാസനത്തെ കുറിച്ച് എത്ര ആയത്തുകളിൽ വരുന്നുണ്ട്? അല്ലാഹുവിന്റെ അർശ് എന്ന പരാമർശം എത്ര ആയത്തുകളിൽ വരുന്നുണ്ട്? 20 ആയത്തുകളിലാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ നമ്പർ ഇട്ട് പറഞ്ഞു പോയത് കൊണ്ട് എങ്ങനെങ്കിലൊക്കെ കൊടുക്കണ്ടേ, അപ്പോൾ അത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. 20 ആയത്തുകളിലാണ് അർശ് എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 24 ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി 25-ാമത്തേത് ഒരു പ്രാർത്ഥനയാണ്. 5-ാമത്തെ ആയത്തിൽ എടുത്തു കൊടുക്കുന്ന പഠന സഹായിയിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള 5-ാമത്തെ ആയത്തല്ല, ലിമൻ യഖ്ഷ എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിസ്സിരി അല്ല ഫിൽ ഗൈബി വശഹാദ. സിർ പറഞ്ഞ അർത്ഥം ഒന്നാണെങ്കിലും ആ പ്രാർത്ഥന വാചകം സ്വഹിയായി വന്നിട്ടുള്ളത് ഗൈബ് എന്നാ. അള്ളാഹുവെ ദൃശ്യത്തിലും അദൃശ്യത്തിലും, ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും, ഒറ്റക്കാണെങ്കിലും ഉമ്മ ഒപ്പുണ്ടെങ്കിലും ആരും കാണാനില്ലെങ്കിലും നിന്നെ പേടിക്കാനുള്ള തൗഫീക്ക് തരണേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഒന്ന് പറയും പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക. അതിപ്പോ ഏത് പ്രാർത്ഥനന്റെ ആദ്യം വരുന്ന വാചകമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി തീർച്ചയായും ഞാൻ, അസ്അലുക നിന്നോട് ചോദിക്കുകയാണ്, ഖശിയതക നിന്നെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ, ഖശിയതക ഫിൽ ഗൈബി വശഹാദ അദൃശ്യത്തിലും ദൃശ്യത്തിലും. അല്ലാഹുവേ ദൃശ്യത്തിലും അദൃശ്യത്തിലും നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. ഇൻഷാ അല്ലാഹ് ഈ 25 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. വേറെയും കുറെ ആയത്ത് നമ്പറുകൾ ഈ ഒരു 5 ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ വരുന്നുണ്ട്. അത് നിങ്ങൾ പിന്നീട് നോക്കുക. 7 ഭൂമികളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്ന സൂറത്ത് ത്വലാഖിലെ ആയത്ത്. 7 ആകാശം മാത്രമല്ല, 7 ഭൂമിയുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അവൻ്റേതല്ലാത്തൊരു ഭൂമി കയ്യേറി പിടിച്ചാൽ 7 ഭൂമിയിലേക്ക് അള്ളാഹു അവനെ, 7 ഭൂമിയുടെ ഭാരം അവന്റെ കഴുത്തിൽ അള്ളാഹു അവന് ഇട്ടുകൊടുക്കും, അതുപോലെ തന്നെ ആഴ്ത്തിക്കളയും എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട് അത് വലിയ 2 ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറയുന്ന കുറെ ആയത്തുകൾ
ഈ സൂറത്തിന്റെ വിശദീകരണവുമായി എടുത്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അവൻ ആരോഹണം ചെയ്തിട്ടുണ്ട് എന്ന 7 ആയത്തുകളും നമ്മുടെ കൈപുസ്തകത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അർശുമായി ബന്ധപ്പെട്ട് വന്ന 20 ആയത്തുകളിൽ ഏതാനും ചില ആയത്തുകളും ബാക്കി സൂറത്തും ആയത്തും നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അർശാണ് അവനെ സൃഷ്ടിച്ച ഏറ്റവും വലിയ സൃഷ്ടി. പണ്ഡിതന്മാർ പറഞ്ഞു അർശുർ റഹ്മാൻ, അള്ളാഹു അവൻ സൃഷ്ടിച്ച അവന്റെ സിംഹാസനം അഅ്ലമുൽ മഖ്ലൂഖാത്ത്, അവൻ സൃഷ്ടിച്ചതിൽ ഏറ്റവും വലുപ്പമുള്ളതാണ്. വിശാലമുള്ളതുമാണ്, ഏറ്റവും മഹത്വമുള്ളതും വിശാലമുള്ളതുമാണ് അർശ്. അതിന്റെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ മോതിരക്കണ്ണി വെച്ച ഉദാഹരണമൊക്കെ പലപ്പോഴായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതായിരുന്നാലും ആ സിംഹാസനത്തിന്റെ ഉടമയായ അള്ളാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖം വരുമ്പോൾ പ്രാർത്ഥിച്ച, വിഷമം വരുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പല വാചകങ്ങൾ സ്വഹീഹായി വന്നതിൽ ഒന്ന് വറബ്ബൽ അർശിൽ അലീം എന്ന വാചകം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. അർശിന്റെ റബ്ബേ, എല്ലാത്തിന്റെയും വലുപ്പമുള്ള അർശിന്റെ ഉടമയെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതൊക്കെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ തുടങ്ങിയ ആയത്തുകളാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അവന്റെ ഖുർആനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ആഴത്തിൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.